SSLC IT മോഡൽ പരീക്ഷയിലെ ഗ്രൂപ്പ് 1-ലെ ഇങ്ക്സ്കേപ്പിലെ രണ്ടാമത്തെ പ്രവർത്തനം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, ഇങ്ക്സ്കേപ്പ് എന്ന രീതിയിൽ തുറക്കുക. ഫയൽ, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എന്നത് തുറന്ന് ഷോ പേജ് ബോർഡർ എന്നതിൻ്റെ ടിക്ക് മാർക്ക് കളയുക. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുക. ചോദ്യത്തിൽ തന്നിരിക്കുന്ന കളർ തിരഞ്ഞെടുക്കുക. ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് ഓപ്പൺ ചെയ്യുക. സ്ട്രോക്ക് പെയിൻറ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഫ്ലാറ്റ് കളർ റെഡ് എന്ന് തിരഞ്ഞെടുക്കുക. സ്ട്രോക്ക് സ്റ്റൈൽ എന്നതിൽ വിഡ്ത്ത് ആവശ്യത്തിനനുസരിച്ച് കൂട്ടിക്കൊടുക്കുക. അരികു ഭാഗം കർവ് ചെയ്യാൻ സൈഡിൽ കാണുന്ന നോഡ് പതിയെ താഴ്ത്തുക. ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ച് ഉബുണ്ടു എന്ന് ടൈപ്പ് ചെയ്യുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ഉറുബ് ഫോണ്ടിലേക്ക് ആക്കുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് ടെക്സ്റ്റിനെ വലുതാക്കുക. ടെക്സ്റ്റ് മധ്യഭാഗത്തായി ക്രമീകരിക്കുക. അതിൻ്റെ നിറം ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ ആക്കുക. ഇതിലേക്ക് ഉബുണ്ടുവിൻ്റെ ലോഗോ ഇമ്പോർട്ട് ചെയ്യാൻ ഫയൽ, ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഹോമിലെ ഇമേജസ് 10 ഫോൾഡറിൽ നിന്നും ഉബുണ്ടു ലോഗോ തിരഞ്ഞെടുക്കുക. ഓപ്പൺ ചെയ്ത് ഓക്കെ കൊടുക്കുക. കൺട്രോൾ കീയും ഷിഫ്റ്റ് കീയും ഒരേ സമയം അമർത്തിപ്പിടിച്ച് ചിത്രത്തിൻ്റെ വലിപ്പം ഒരേപോലെ ചെറുതാക്കുക. മൂവ് ടൂൾ ഉപയോഗിച്ച് ക്രമീകരിക്കുക. ഉബുണ്ടുവിൻ്റെ ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്ററിലാക്കുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് എല്ലാം ഒരേ സമയം സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ്, ഗ്രൂപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ചിത്രം എക്സ്പോർട്ട് ചെയ്യാൻ ഫയൽ, എക്സ്പോർട്ട് PNG എന്നതിൽ ക്ലിക്ക് ചെയ്യുക. താഴെ കാണുന്ന എക്സ്പോർട്ട് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് എക്സാംപ്ടൻ ഫോൾഡർ തുറക്കുക. ഫയൽ നെയിം എന്നതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയായി. മൂന്നാമത്തെ പ്രവർത്തനത്തിൽ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇങ്ക്സ്കേപ്പ് തുറക്കുക. ഫയൽ, ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് എന്നത് തുറന്ന് ഷോ പേജ് ബോർഡർ എന്നതിൻ്റെ ടിക്ക് മാർക്ക് കളയുക. റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കുക. എഡ്ജ് കർവ് ചെയ്യാൻ നോഡ് താഴേക്ക് വലിക്കുക. ടെക്സ്റ്റ് ബോക്സ് വരച്ച് അതിൽ ഒമിക്രോൺ എന്ന് ടൈപ്പ് ചെയ്യുക. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് വലുതാക്കുക. ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് ബോൾഡാക്കുക. നിറം വെള്ളയാക്കാം. ടെക്സ്റ്റിനെ നടുക്കായി ക്രമീകരിക്കാം. ഇനി ഇതിലേക്ക് വൈറസിൻ്റെ ചിത്രം ഉൾപ്പെടുത്തുന്നതിനായി ഫയൽ, ഇമ്പോർട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇമേജസ് 10-ൽ നിന്നും ഒമിക്രോൺ PNG എന്ന ചിത്രം ഓപ്പൺ ചെയ്ത് ഓക്കെ കൊടുക്കുക. ചിത്രത്തിൻ്റെ വലിപ്പം ക്രമീകരിക്കുക. അതിനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ പലയിടങ്ങളിലേക്കായി മാറ്റിവെക്കുക. വൈറസിൻ്റെ ചിത്രം ചിലത് ഒമിക്രോൺ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ പുറകിലായും ചിലത് മുകളിലായും ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചിത്രത്തെ പുറകിൽ ക്രമീകരിക്കുന്നതിന് ചിത്രത്തെ സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ്, ലോവർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആ ചിത്രം ഒമിക്രോൺ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ പുറകിൽ കാണാൻ സാധിക്കും. അതുപോലെ ബാക്കിയുള്ളതും ചോദ്യത്തിൽ തന്നിരിക്കുന്നത് പോലെ ചെയ്യുക. എല്ലാം സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ്, ഗ്രൂപ്പ് കൊടുക്കുക. ചിത്രത്തെ എക്സ്പോർട്ട് ചെയ്യാൻ ഫയൽ, എക്സ്പോർട്ട് PNG എന്നതിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന എക്സ്പോർട്ട് ആസ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എക്സാംപ്ടൻ ഫോൾഡർ ഓപ്പൺ ചെയ്ത് ഫയൽ നെയിം എന്നതിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് സേവ് ചെയ്യുക. എക്സ്പോർട്ട് കൊടുക്കുക. ഇപ്പോൾ മൂന്നാമത്തെ പ്രവർത്തനവും
പൂർത്തിയായി.